ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നീത് വ്ളോഗ്സ്. ഇറ്റ്സ് മീ നീതു പ്രവീൺ. ഇന്നൊരു കിടിലെ സെലിബ്രിറ്റി ഫേസ് മാസ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തിയെ ആർക്കും അറിയാത്തണ്ടാവില്ല അല്ലേ? നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായും പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ്. ആളുടെ പേര് വന്നിട്ട് ഉർഫി ജാവേദ് എന്നാണ്. ആളൊരു മോഡൽ പ്ലസ് ഫാഷൻ ഡിസൈനർ ഒക്കെ ആണ് കേട്ടോ. ആളുടെ വസ്ത്രധാരണത്തിനെ കുറിച്ചിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉയരുന്നുണ്ടെങ്കിലും ആളുടെ ഈ ഒരു ഫേസ് മാസ്ക് ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. യൂസ് ചെയ്ത എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയ ഒരു സാധനം എന്നൊക്കെ വേണമെങ്കിൽ പറയാവേ. അപ്പം നമ്മൾ ഇന്ന് അതാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത്, എങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടാലോ? അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഫസ്റ്റ് തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വേണ്ടത് റൈസ് വാട്ടർ ആണ്. കഞ്ഞിവെള്ളം അല്ലെങ്കിൽ നമ്മൾ അരി കഴുകുന്ന വെള്ളമില്ലേ അത്. വൈറ്റ് റൈസ് ഒരു 1.5 മണിക്കൂർ കുതിർത്ത് വെച്ചു എന്ന് വെച്ചാൽ അങ്ങനത്തെ കഞ്ഞിവെള്ളം കിട്ടും കേട്ടോ. അതാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കോഫി പൗഡറാണ്. പിന്നെ നമ്മുടെ മുൾട്ടാണി മിട്ടിയാണ് വേണ്ടത്. നല്ലൊരു ബ്രാൻഡിൻ്റെ മുൾട്ടാണി മിട്ടി നോക്കി എടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ പണി കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസ് ആണ്. അതൊരു 3 to 4 ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഡ്രൈ സ്കിന്നുകാരും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാരൊക്കെ ഒന്ന് ഒഴിവാക്കിക്കോളൂ കേട്ടോ, പണി കിട്ടും. യൂസ് ചെയ്ത് പഴക്കമുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ ജ്യൂസ് കൂടിയാണ്. ഇതെല്ലാം കൂടി നല്ല രീതിക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആക്കി എടുക്കണേ. അപ്പം നമ്മുടെ ഫേസ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫേസൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ പോലെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആളുടെ ഒരു ഫേവറേറ്റ് ഫേസ് മാസ്ക് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റിസൾട്ട് ഉണ്ടാവുമെന്ന് നോക്കാം. അപ്പം ഞാൻ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്കിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ലേ. ഈ ടൊമാറ്റോൻ്റെ കുരുവാണ് കേട്ടോ ഈ ഫേസിൻ്റെ മേലേക്ക് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം നമുക്ക് കുറച്ചൊന്ന് തുടച്ച് നോക്കാം കേട്ടോ. ഞാൻ സ്ക്രബ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റിയാണ് കേട്ടോ ചെയ്യുന്നത്. ആക്ച്വലി ഞാനിത് കുറച്ച് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ എക്സ്പ്രഷനൊക്കെ ഇടുന്നത്. എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ തോന്നി, നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നേ. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാവും. എനിക്ക് എൻ്റെ നെക്കും എൻ്റെ ഈ ഫേസും കാണുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ വീഡിയോയിൽ അത്രയ്ക്ക് ക്ലിയർ അല്ല കേട്ടോ. പക്ഷെ നേരിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ ഗൈസ്. നല്ല രീതിയിൽ വെളുത്തിട്ട് പാറി അങ്ങനെയൊന്നും പറയാൻ മാത്രമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. സ്കിന്നൊന്ന് നല്ല രീതിയിലൊരു ലൈറ്റനിങ് ആയിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ എനിക്ക് എൻ്റെ പഴയ സ്കിൻ ടോൺ അത്ര ചേഞ്ച് ആയ പോലെ ഒന്നും തോന്നുന്നില്ല കേട്ടോ. പക്ഷേ എങ്കിൽ ഇത് യൂസ് ചെയ്ത ആൾക്കാർക്കെല്ലാം ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ ഫേസ് ഒന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആയ പോലെ തോന്നി കേട്ടോ. അതെനിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെ തോന്നി. നല്ല സോഫ്റ്റ് ആയ പോലെ തോന്നി. പക്ഷെ ഭയങ്കരമായിട്ടുള്ള ബ്രൈറ്റ്നസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ഓക്കെ ഫേസ് മാസ്ക് അത്രേ പറയാൻ പറ്റുള്ളേ. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണാറുണ്ടെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.